നമസ്കാരം. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച കമ്പനിയായിരുന്നു ബൈജൂസ്. മലയാളിയായ ബൈജു രവീന്ദ്രന്റെ നേതൃത്വത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കിയ ബൈജൂസ് പക്ഷേ പൊടുന്നനെയായിരുന്നു നിലം പതിച്ചത്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ രാജ്യത്ത് തന്നെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായിരുന്നു ബൈജൂസ്. എന്നാൽ ഇപ്പോൾ അവരുടെ സ്ഥിതി പരിതാപകരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തകർച്ചയുടെ വക്കിലാണ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ പല വഴിക്ക് സജീവമാണ്. അതിനിടയിൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണവുമായി ബൈജൂസിന്റെ മുഖ്യ എതിരാളിയായ അൺഅക്കാദമിയുടെ സഹസ്ഥാപകനും സിഇഒയുമായ ഗൗരവ് മുഞ്ചൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ബൈജു രവീന്ദ്രന്റെ ധാർഷ്ട്യമാണ് പ്രധാന കാരണങ്ങളിലൊന്നായി മുഞ്ചൽ പറയുന്നത്. ആര് പറഞ്ഞാലും കേൾക്കാത്ത ബൈജു രവീന്ദ്രന്റെ നയങ്ങളാണ് കമ്പനിയെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നാണ് മുഞ്ചൽ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ബൈജു രവീന്ദ്രന്റെ നിലമറന്നുള്ള ബിസിനസ് രീതികൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇതുതന്നെയാണ് മുഞ്ചലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ആര് പറയുന്നതും കേൾക്കാത്തതിനാലാണ് ബൈജു പരാജയപ്പെട്ടത്. അവൻ സ്വയം ഒരു പീഠത്തിൽ കയറിയിരുന്നു. എല്ലാവരെയും കേൾക്കുന്നത് നിർത്തി അതൊരിക്കലും ചെയ്യാനും പാടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും എല്ലാവരെയും കേൾക്കണമെന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കൃത്യമായി പ്രതികരണം നൽകാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുമെന്നാണ് എക്സിൽ പങ്കിട്ട പോസ്റ്റിലൂടെ മുഞ്ചൽ വ്യക്തമാക്കിയത്. എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ഈ ഫീഡ്ബാക്കുകൾ. പക്ഷെ ആ ഫീഡ്ബാക്ക് മനസ്സിലാക്കി അതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും മുഞ്ചൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 2 വർഷത്തോളമായി തനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങളിൽ നിന്നുമൊക്കെ ഉൾക്കൊണ്ട കാര്യങ്ങൾ മുഞ്ചൽ തന്റെ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. അതേസമയം അടുത്തിടെ ബൈജൂസ് ഇറക്കിയ നിക്ഷേപം ഒരു പ്രമുഖ വിദേശ കമ്പനിയും എഴുതി തള്ളിയിരുന്നു. ആഗോള നിക്ഷേപ ഭീമനായ പ്രോസസ്സാണ് ബൈജൂസിലെ നിക്ഷേപം എഴുതി തള്ളിയത്. ഏകദേശം $493 മില്യൺ മൂല്യം വരുന്ന ഓഹരികൾ എഴുതി തള്ളിയത് വഴി ബൈജൂസിനും കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് അടുത്തിടെ കമ്പനി അതിന്റെ ബംഗളൂരു ഓഫീസ് ഒഴികെ മറ്റെല്ലാ ഓഫീസുകളും അടച്ചുപൂട്ടിയിരുന്നു. കൂടാതെ ശേഷിക്കുന്ന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കൃത്യമായി ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ ബൈജൂസിന് കഴിയുന്നില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനായി ബൈജു രവീന്ദ്രൻ വീട് പണയപ്പെടുത്തി എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിൽ ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള 2 വീടുകൾ, എപ്സിലോണിലെ അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വില്ല എന്നിവയാണ് പണയപ്പെടുത്തിയതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വെബ് ഡെസ്ക് തത്തുമൈ TV.